ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിൽ ഇപ്പോൾ സെഞ്ചുറിയുമായി ഫോമിൽ വെടിക്കെട്ടായി നിൽക്കുന്ന ഒരു താരം, അതാണ് നമ്മുടെ രോഹിത് ശർമ്മ. പലരും താഴ്ത്തിക്കെട്ടാനും പലരും രോഹിത് ശർമ്മയെ കൊണ്ട് സാധിക്കില്ല എന്ന് വിധി എഴുതിയപ്പോഴും മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് ശക്തമായ പിന്തുണ പലരിൽ നിന്നും ലഭിക്കുന്നു. ഇപ്പോൾ മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായിട്ടുള്ള ആകാശ് ചോപ്രയുടെ വാക്കുകളാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ രോഹിത്തിന് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറയാം. ഉച്ചത്തിൽ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ രോഹിത്തിനെ പിന്തുണയ്ക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നു. ഫോം ഔട്ട് ആയതിന്റെ പേരിൽ രോഹിത്തിനെതിരെ വിരമിക്കൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചവർക്ക് ഇപ്പോൾ എന്തു പറയാനുണ്ടെന്ന് ചോപ്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചോദിച്ചു. രോഹിത്തിന്റെ ക്ലാസ് എന്താണെന്ന് തെളിയിക്കുന്ന പോരാട്ടമാണ് ലോർഡ്സിൽ കണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞായറാഴ്ച ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് വേണ്ടി രോഹിത് ഉജ്ജ്വല പ്രകടനമാണ് പുറത്തെടുത്തത്. 110 പന്തുകളിൽ നിന്ന് 17 ഫോറുകളും 5 സിക്സറുകളും സഹിതം 138 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. ഒന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനോടൊപ്പം 147 റൺസിന്റെ രണ്ടാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയോടൊപ്പം 113 റൺസിന്റെയും മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ രോഹിത്തിന് കഴിഞ്ഞു. ആദ്യം ഗില്ലിനോടൊപ്പം 84 പന്തിൽ 77 റൺസും രണ്ടാമത് കോഹ്ലിയോടൊപ്പം 60 പന്തിൽ 74 റൺസുമായിരുന്നു അദ്ദേഹം വാരിക്കൂട്ടിയത്. രോഹിത് പുറത്തായതിന് പിന്നാലെ ഉണ്ടായ കൂട്ടത്തകർച്ച കാരണം ഇന്ത്യ 27 റൺസ് അകലെ പരാജയപ്പെടുകയും പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളിലെ മോശം ഫോമിന്റെ പേരിൽ രോഹിത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളെ ചോപ്ര നിശിതമായി വിമർശിച്ചു. ഫോം താത്കാലികമാണ്, ക്ലാസ് പെർമനന്റ് ആണ്. രോഹിത് ശർമ്മ ഒരു ക്ലാസ് പ്ലെയർ ആണ്. അയാൾ ഇപ്പോൾ സെഞ്ചുറി നേടിയിരിക്കുന്നു. ഇനി ആ അഭ്യൂഹങ്ങൾ, ഇനി ചർച്ചകൾക്ക് വഴിയൊരുക്കരുത്. എന്തും സംഭവിക്കും. അവൻ റൺസ് കണ്ടെത്താൻ പാടുപെടുമ്പോൾ ഇതാണ് അവസാന മത്സരം എന്നായിരുന്നു ചർച്ചകൾ. ഇപ്പോൾ അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഏത് രീതിയിലാണ്, ഏത് സാഹചര്യത്തിലാണ് രോഹിത്തിനെ കുറിച്ച് സംസാരിക്കുക? കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുൻപ് ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും സമാനമായ ചർച്ചകൾ ഉണ്ടായെന്നും എന്നാൽ ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനം നടത്തി രോഹിത് തിരിച്ചടിച്ചെന്നും ചോപ്ര ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾക്കെതിരായിട്ടുള്ള പരമ്പരകൾക്ക് ശേഷം 2027 ലോകകപ്പ് പ്ലാനുകളിൽ രോഹിത് ഇല്ലെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഈ സെഞ്ചുറിയുടെ അദ്ദേഹം വീണ്ടും ആ പ്ലാനുകളിൽ ഉൾപ്പെട്ടോ എന്ന് ചോപ്ര ചോദിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മയുടെ ഭാവിയെക്കുറിച്ച് അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് ചോപ്ര ആവശ്യപ്പെട്ടു. ഞാനത് സെലക്ടർമാർക്കും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനും കോച്ച് ഗൗതം ഗംഭീറിനും രോഹിത്തിനും വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. അടുത്ത 2 മാസത്തേക്ക് ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങളുമില്ല. സെപ്റ്റംബറിലാണ് ഇനി ഏകദിനം. അതിനു മുൻപ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. ഇതിൽ യാതൊരു അവ്യക്തതയും പാടില്ല. ഓരോ 3 മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോഴും ടീമിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണി ഉണ്ടെങ്കിൽ രോഹിത്തിന് ഒരിക്കലും തന്റെ സ്വാഭാവികമായ ശൈലിയിൽ കളിക്കാനാകില്ല എന്ന് ചോപ്ര വീണ്ടും പറഞ്ഞു.